ഇന്നേക്ക് 14-ാം ദിവസം എന്റെ മാരേജ് ആണ്. സോ ഗൈസ് ലെറ്റ്സ് സീ ഞാൻ എന്റെ മാരേജിന് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്. മൈ സെൽഫ് ഗായത്രി ആൻഡ് യു ആർ വാച്ചിങ് ഗായു ഹിയർ. എനിക്കറിയാം ഇത് ഇന്നലെ പോസ്റ്റ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു, ബട്ട് എനിക്ക് ഒട്ടും ടൈം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് അത് ഇന്നത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെയും വീഡിയോ ഒന്നിച്ചിടുന്നതായിരിക്കും. അപ്പൊ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആണെന്ന്. ആ സ്പെഷ്യൽ ആയിട്ടുള്ള ആള് ദേ ഈ ട്രെയിനിൽ വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നേരെ ചെന്നത് റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു. ഇവിടുന്ന് നേരെ നമ്മൾ നമ്മുടെ റിസപ്ഷൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ അറിയാതെ എടുത്ത വീഡിയോ ആണ്. ഞാൻ അവനെ തെരഞ്ഞു നടക്കുകയാണ് കേട്ടോ. അവനെ കണ്ടപ്പോൾ എന്റെ ഹാപ്പിനെസ് കണ്ടില്ലേ. പുറത്ത് തന്നെ അവന്റെ പാരന്റ്സ് ഉണ്ടായിരുന്നു. സോ ഒട്ടും ലേറ്റ് ആക്കിയില്ല. നമ്മൾ നേരെ നമ്മുടെ റിസപ്ഷൻ ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോവുകയാണ്. മണ്ണാർക്കാടാണ് ഞങ്ങൾ അതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവന്റെ വീട് ഇവിടുന്ന് അടുത്താണ്. സോ അവനും അവന്റെ പാരന്റ്സും കൂടെ നേരെ വീട്ടിലോട്ട് പോയി. ആൻഡ് ഞാനും അവന്റെ ചേച്ചിയുടെ കുട്ടിയും കൂടെ അവിടെ ഹോട്ടലിൽ ഇറങ്ങി. കാരണം ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഞങ്ങൾ ഒരു മന്തി അങ്ങ് ഓർഡർ ചെയ്ത് കഴിച്ചു. ഹോട്ടലിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരു ഡീസന്റ് മന്തി ആയിരുന്നു കേട്ടോ. അവനും ചേച്ചിയും കൂടെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് വരും. ആ നേരം കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച് ഡ്രസ്സ് ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാന്നാണ് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ നേരെ ഒരു റെന്റൽ ഷോപ്പിൽ കയറി. ആൻഡ് ഇതിൽ നിന്ന് ഒരു ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബൈ ദ വേ, നിങ്ങൾക്ക് എന്റെ പാർട്ട്ണറിനെ കാണുന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ. ഒരു രക്ഷയില്ല, അടിപൊളി കളക്ഷൻ ആണ്. അതിനനുസരിച്ച് തന്നെ നല്ല റേറ്റും ഉണ്ട്. ആൻഡ് ഞങ്ങൾ ഇവിടെ മാത്രമല്ല വേറൊരു റെന്റൽ ഷോപ്പിൽ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. നമുക്ക് തമ്മിൽ ഏതാണ് അടിപൊളി എന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് എടുക്കാന്ന് കരുതിയിട്ട്. ആൻഡ് അവിടുത്തെ എനിക്ക് അത്ര ഇഷ്ടമായില്ല. സോ ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് ഇവിടെ നിന്നായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ചേച്ചിയുടെ മൂത്ത കുട്ടി അഞ്ജു എന്നാണ് കേട്ടോ അവളെ വിളിക്കാറുള്ളത്. അവർ വരുന്ന ഗ്യാപ്പിൽ അടുത്ത ഷോപ്പിലൂടെ കയറി നോക്കാന്ന് കരുതി ഞങ്ങൾ റോട്ടിലോട്ട് ഇറങ്ങിയപ്പോഴാണ് അവിടെ ഒരു ഐസ്ക്രീം പാർലർ കാണുന്നത്. ആക്ച്വലി ഞാൻ ഷുഗർ കട്ടിലാണ്. ഞാൻ അവിടെ കയറി ചോദിച്ചു ഷുഗർ ഇല്ലാത്ത വല്ല ഐസ്ക്രീം ഉണ്ടോന്ന്. അതില്ലാത്തത് കൊണ്ട് സാധാരണ ഐസ്ക്രീം അങ്ങ് വാങ്ങി കഴിച്ചു. അപ്പോഴത്തേക്കും അവരെത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾ ഞങ്ങളുടെ റിസപ്ഷൻ ഡ്രസ്സും ഫിക്സ് ചെയ്തു. അങ്ങനെ നമ്മൾ നേരെ സ്റ്റുഡിയോയിലോട്ട് കയറിട്ടോ. കാഷ്വൽ വിയറിനായിട്ട് 1-2 ഡ്രസ്സുകൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ട്രയൽ ചെയ്യാൻ പോലും നിന്നില്ല. ഇച്ചിരി വലിയ സൈസ് എടുത്തു. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങ് ആൾട്ടർ ചെയ്താൽ മതിയല്ലോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് എന്റെ അനിയത്തിക്ക് റിസപ്ഷൻ ഇടാനുള്ള ഷരാര എന്ന് പറയുന്ന ഒരു സംഭവം എടുക്കാനായിട്ടാ. ഈ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അവൾ അങ്ങ് ഓർഡർ ചെയ്തു, നമ്മൾ അങ്ങ് വാങ്ങുന്നു, അത്രേ ഉള്ളൂ. അവളാണെന്നുണ്ടെങ്കിൽ അവന് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് എനിക്ക് ഇന്നത് മതി, ഈ കളർ മതി എന്നൊക്കെ പറഞ്ഞ് ഈ സാധനം എന്താന്ന് പോലും ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ആൻഡ് അത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ 2-3-4 ഷോപ്പിൽ അങ്ങ് കയറി ഇറങ്ങി. നല്ല ടയർഡ് ആയതുകൊണ്ട് അതിന്റെ ഒന്നും വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാനേ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ ഡ്രസ്സ് നോക്കുന്ന സമയം കൊണ്ട് അഞ്ചു പോയിട്ട് കുറെ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. ആ വീഡിയോസ് ഇപ്പം ഉപകാരമായി. കാരണം ഈ ഡയലോഗൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ വെച്ചങ്ങ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഇതൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ സമയം ഒത്തിരി വൈകിട്ടുണ്ടായിരുന്നു. സോ പിന്നെ ഞങ്ങൾ വേഗം വിട്ടു. കാരണം ചേച്ചിയുടെ ചെറിയ കുട്ടി കൂടെ ഉണ്ട് കേട്ടോ. അവൾക്ക് അത്ര ഏജ് ആയിട്ടില്ല. സോ ആ കുട്ടിക്കും തീരെ വയ്യാതെയാവുന്നു, ഞങ്ങൾക്കും തീരെ വയ്യാതെയാവുന്നു. ഞങ്ങൾ വേഗം പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നു. നാളെയാണ് നമ്മൾ നമ്മുടെ വെഡിങ് സാരിയും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. സോ അതുകൂടെ എന്തായാലും ഞാൻ ഈ ഒരു ഷോർട്സിന്റെ തൊട്ടായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ബൈ.